നമസ്കാരം. ഏഷ്യാനെറ്റ് ന്യൂസിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. വിശദമായ റിപ്പോർട്ടുകളിലേക്ക്. ആഗമാന സുറിയാനി സഭയുടെ പരമാധ്യക്ഷനായി മാർ സിറിൽ അപ്രേം കൂർലോസിനെ തെരഞ്ഞെടുത്തു. ബെയ്റൂട്ടിൽ നടന്ന സിനഡിലാണ് പുതിയ പാത്രിയാർക്കീസിനെ തെരഞ്ഞെടുത്തത്. കൂടുതൽ വിവരങ്ങളുമായി ബെയ്റൂട്ടിൽ നിന്ന് സിൽവാനോസ് അയൂബ് മെത്രാപ്പൊലീത്ത ചേരുന്നു. മാർ സിൽവാനോസ് അയൂബ്, എങ്ങനെയായിരുന്നു തെരഞ്ഞെടുപ്പ് നടന്നത് സിനഡിൽ? ഇന്ന് രാവിലെ 10 മണിയോടുകൂടിയാണ് ഇവിടെ സിനഡ് ആരംഭിച്ചത്. 40 മെത്രാപ്പൊലീത്തമാര് സിനഡ് പങ്കെടുത്തു. പ്രാരംഭ പ്രാർത്ഥനയ്ക്ക് കാതോലിക്ക ബാബയുടെ പ്രാരംഭ പ്രാർത്ഥനയ്ക്ക് ശേഷം സിനഡ് അംഗങ്ങളെ പ്രത്യേകമായി കാലം ചെയ്ത ബാബയെ ഓർത്ത് പ്രാർത്ഥിക്കുകയും അതിനുശേഷം പ്രത്യേകമായിട്ട് പരിശുദ്ധാത്മാവിന്റെ നൽവരത്തിനുള്ളതായ പ്രാർത്ഥനകളെ ചൊല്ലിക്കൊണ്ട് എല്ലാ മെത്രാപ്പൊലീത്തമാരും മുട്ടുകുത്തി പ്രാർത്ഥിച്ചു. അതിനുശേഷം കൈമാക്കാം പേട്രിയാർക്കൽ അസിസ്റ്റന്റ് ഇലക്ഷൻ പ്രൊസീജിയറിനെ കുറിച്ച് പറയുകയും പേട്രിയാർക്ക് ഇലക്ഷന് വേണ്ടി യോഗ്യതയുള്ള 23 മെത്രാപ്പൊലീത്തമാരുടെ പേരുകൾ ബാലറ്റ് പേപ്പറിൽ പ്രിന്റ് ചെയ്ത് അതിൽ ഓരോ മെത്രാപ്പൊലീത്തമാരും അവർക്ക് താല്പര്യമുള്ള ദൈവനിയോഗമുള്ളവർ അവരുടെ മനസ്സിൽ തോന്നിക്കുന്നവരുടെ പേരുകളിൽ സൈൻ ചെയ്ത് വിശുദ്ധ മദ്ബഹായിലെ ത്രോണത്തിൽ വെച്ചിരിക്കുന്ന കാസായിലെ ബാലറ്റുകളെ നിക്ഷേപിച്ചു. അങ്ങനെ എല്ലാവരും വോട്ട് ചെയ്തതിനു ശേഷം വോട്ടിംഗ് 10:00 ആരംഭിച്ച് 11:05 ആയപ്പോൾ വോട്ടിംഗ് കഴിഞ്ഞു. അതിനുശേഷം പേട്രിയാർക്കൽ അസിസ്റ്റന്റ് കൈമാക്കാൻ തിരുമേനി വോട്ടുകൾ എണ്ണി നോക്കുകയും അതില് അമേരിക്കയിലെ ആർച്ച് ബിഷപ്പ് അഫ്രേം കരീം മെത്രാപ്പൊലീത്തയെ പേട്രിയാർക്കൽ സ്ഥാനത്തേക്ക് തെരഞ്ഞെടുത്തതായി പ്രഖ്യാപിക്കുകയും ചെയ്തു. അതിനുശേഷം നിയുക്ത പാത്രികീസ് കൈമാക്കാവിന്റെ മുമ്പിൽ വന്നു നിന്നുകൊണ്ട് കൈമാക്കാൻ ചോദിച്ചു. സുറിയാനി സഭയുടെ പാത്രികീസ് ആകുന്നതിന് തയ്യാറാണോ എന്ന് ചോദിക്കുകയും നിയുക്ത പാത്രികീസ് അതിന് സമ്മതിക്കുകയും അതിനുശേഷമാണ് ഔദ്യോഗികമായിട്ട് പരിശുദ്ധ ഇഗ്നാത്തിയോസ് അഫ്രേം രണ്ടാമൻ എന്ന പേരിൽ സുറിയാനി സഭയുടെ പരമാധ്യക്ഷനായി നിയുക്ത പാത്രികീസിനെ തെരഞ്ഞെടുത്തതായി ഡിക്ലറേഷൻ കൈമാക്കാൻ അറിയിച്ചത്. ശ്രേഷ്ഠ കാതോലിക്ക ബസേലിയസ് പ്രഥമനും ഉണ്ടായിരുന്നു. അതിനുശേഷം പരിശുദ്ധ ബാവായെ അംശവസ്ത്രങ്ങള് സ്ഥാനവസ്ത്രങ്ങളെ ധരിപ്പിക്കുകയും ശ്രേഷ്ഠ കാതോലിക്ക ബാവ അംശവടി നൽകുകയും ചെയ്തു. തുടർന്ന് വിശുദ്ധ മദ്ബഹായില് കയറി പുതിയ പാത്രികീസ് ബാവ എല്ലാ മെത്രാപ്പൊലീത്തമാരോടും നന്ദി അറിയിക്കുകയും ദൈവനിയോഗത്താൽ തന്നെ ഏൽപ്പിച്ചിരിക്കുന്നതായ വലിയ ദൗത്യം നിറവേറ്റുവാൻ നിങ്ങളുടെ കൂടെ ഞാൻ പ്രവർത്തിക്കുമെന്നും അതിനുവേണ്ടി എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണമെന്നും അറിയിക്കുകയും ചെയ്തു. തുടർന്ന് ശ്രേഷ്ഠ കാതോലിക്ക ബാവായും മലങ്കര സഭയെ പ്രതിനിധീകരിച്ച് എല്ലാവിധമായ ആശംസകളും അർപ്പിക്കുകയും അതിനുശേഷം കൈമാക്കാൻ തിരുമേനിയും പ്രസംഗിച്ചു. അതിനുശേഷം പുനർവോട്ട് കഴിഞ്ഞു. മാർ സിൽവാനോസ് അയൂബ്, പുതിയ പാത്രിയാർക്കീസ് ബാവയുടെ സ്ഥാനാരോഹണ ചടങ്ങുകൾ എപ്പോഴായിരിക്കും നടക്കുക? സ്ഥാനാരോഹണ ചടങ്ങുകൾ ഇപ്പോൾ ബാവ മറ്റ് ഇവിടെയുള്ള പ്രതിനിധികളുമായിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിനെക്കുറിച്ച് ഈ സിനോഡിൽ തീരുമാനമായിട്ടില്ല. കാരണം പല മെത്രാപ്പൊലീത്തമാര് വിവിധ സ്ഥലങ്ങളിൽ നിന്ന് സ്ഥാനാരോഹണത്തിന് വന്നു ചേരേണ്ടത് കൊണ്ട് പുതിയ ബാവായുമായിട്ട് ആലോചിച്ചതിന് ശേഷം ഇന്നോ നാളെയോ മാത്രമേ സ്ഥാനാരോഹണത്തിന്റെ ഡേറ്റ് തീരുമാനിക്കുകയുള്ളൂ. നന്ദി. മാർ സിൽവാനോസ് അയൂബ്, അമേരിക്കയിലെ ക്നാനായ മെത്രാപ്പൊലീത്തയാണ് ഏഷ്യാനെറ്റ് ന്യൂസിനോട് പ്രതികരിച്ചത്.